ഒരു 7-8 വയസ്സ് വരെ എനിക്ക് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ സാരി, എൻ്റെ അമ്മേൻ്റെ ചുരിദാർ, എൻ്റെ അമ്മേൻ്റെ ലിപ്സ്റ്റിക്, എൻ്റെ അമ്മേൻ്റെ ക്യൂടെക്സ്, എൻ്റെ അമ്മേൻ്റെ ഫുഡ്, എൻ്റെ അമ്മേൻ്റെ ഭംഗി, എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു. ലിറ്ററലി ഞാൻ എൻ്റെ അമ്മേൻ്റെ ഒരു ബിഗ് ഫാൻ ആയിരുന്നു ആ പ്രായത്തിൽ. പിന്നെ ഞാനൊരു ടീനേജറായി, ഒരു 13-14 വയസ്സായപ്പോഴത്തേനും ഈ അമ്മ എതിരെ ഏതുനേരം ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ വീട്ടിൽ. അവിടെ പോകാൻ പറ്റില്ല, ഫോൺ വിളിക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിന് വീട്ടിൽ പോകാൻ പറ്റില്ല, ഒന്നിനൊരു സ്വാതന്ത്ര്യം ഇല്ല. എന്ത് തേങ്ങക്കൊല ഇത്. അമ്മയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, ഒന്നിനും ഒരു ടേസ്റ്റ് ഇല്ല. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണെന്ന് അറിയാം. അത് കഴിഞ്ഞൊരു 16-17 വയസ്സായപ്പോഴത്തേനും ഞാൻ വലിയൊരാളാണ്. നിങ്ങളൊക്കെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എനിക്കുണ്ട്. ഞാൻ ഡെയിലി പുറത്ത് പോയിട്ട് വരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ലോക വിവരമുണ്ട്. എനിക്ക് അറിയുന്നത്ര ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയോ, എനിക്ക് അറിയുന്നത്ര ഗ്രാമർ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പണ്ട് പഠിച്ച കാലമൊന്നും അല്ല, കാലം മാറിയിട്ടുണ്ട്, കോലം മാറണം. അതിനനുസരിച്ച് അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എനിക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് ഈ മാക്സിക്ക് മാറ്റിയിട്ട് ഒന്ന് ചുരിദാറിട്ട് നടന്നൂടെ? എന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാരെ കാണാം, എന്ത് മോഡേൺ ആണെന്ന് അറിയാം അവരൊക്കെ. പിന്നെ എനിക്ക് 18 വയസ്സായി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഈ നശിച്ച വീട്ടിൽ നിന്ന് എന്ന് ഞാൻ പോകുന്നു അന്ന് എന്റെ ജീവിതം ഗുണം പിടിക്കുള്ളൂ. അങ്ങനെ ഞാൻ പെട്ടിയും കിടക്കെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. 19-20 വയസ്സിലെ ഹോസ്റ്റല്, പുതിയ ഫ്രണ്ട്സ്, പുതിയ നാട്, പുതിയ ജീവിതം, കുറെ ഫ്രീഡം. ഞാൻ വിചാരിച്ചു ലൈഫ് സോർട്ടഡ് ആയി. ചീത്തവിളില്ല, ചപ്പാത്തിക്കോളുള്ള ഏറില്ല, ചെരുപ്പുകൊണ്ടുള്ള തല്ലില്ല, ചോദിക്കാനും പറയാനും ആളില്ല, ആവശ്യത്തിനധികം ഫ്രീഡം ഉണ്ട്. പിന്നെ എനിക്കൊരു 25-26 വയസ്സായി. 8 വർഷം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പം പതുക്കെ വീട് മിസ് ചെയ്യാൻ തുടങ്ങി, നാട് മിസ് ചെയ്യാൻ തുടങ്ങി, അമ്മേനെ മിസ് ചെയ്യാൻ തുടങ്ങി. അമ്മേനെ അത്ര വെറുക്കണ്ടായിരുന്നു, വാക്കുകൊണ്ട് വിഷമിപ്പിക്കണ്ടായിരുന്നു, അത്രയും അനുസരണക്കേട് കാണിക്കണ്ടായിരുന്നു, അത്ര റെബൽ ആവണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പതുക്കെ തോന്നി തുടങ്ങി. മൊത്തത്തിലൊരു ഗിൽറ്റ് അടിച്ചു തുടങ്ങി ആ ഒരു പ്രായത്തിൽ. പിന്നെ എനിക്ക് 29 വയസ്സായി. ടുഡേ ഐ ആം ഇൻ മൈ ലേറ്റ് 20s. ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ഇപ്പൊ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം. 10-30 വയസ്സായതുകൊണ്ട് പണ്ടത്തെ പോലെ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ വരുന്നില്ല 36. അപ്പം അത് മിസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് എന്നെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ കാര്യത്തിൽ വെറുതെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരിച്ചറിവുകൾക്ക് വർഷങ്ങളെടുക്കും.